ചേട്ടന്റെ നെക്സ്റ്റ് എന്താണ് ഡ്രീം എന്ന് പറഞ്ഞാൽ? കുറച്ചുകൂടെ നല്ലൊരു ആക്ടർ ആവണമെന്നുള്ള ആണോ? എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ക്യാരക്ടർ, ഇന്ന ടൈപ്പ് ഓഫ് ക്യാരക്ടർ എനിക്ക് ചെയ്യണം, അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടോ? എനിക്ക് ഇപ്പം സില്ലി ആയിട്ടുള്ള ഒരു ചിന്ത എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നല്ല ഇടിപ്പടം ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. ഇടിപ്പടം, ഓക്കെ, അതായത് കുറച്ചും കൂടെ മാസ് ആയിട്ടുള്ള അല്ല, ഈ മാസല്ല, ഫൈറ്റ് ഫൈറ്റ് സീൻസ്. ഫൈറ്റ് സീൻസ് ഉള്ള. ഓക്കെ ഓക്കെ ഓക്കെ. ചേട്ടൻ റൈഫിൾ ക്ലബില് അതിന്റെ കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ അത്രയും ഒരു അതെ അതെ ഇടിയൊന്നും അതെ അതിനകത്ത് അതെ. വന്നില്ല. അതിനകത്ത് തോക്കാണ്. വെടിയാണല്ലോ അതിനകത്ത് ഫുൾ, ഈ ലൈക് ഷൂട്ടിംഗ് ആണല്ലോ ഫുള്ള്. അപ്പൊ അതിനകത്ത് എക്സ്പെക്ട് ചെയ്തായിരുന്നു ഇതിനകത്തെങ്കിലും എനിക്ക് കുറച്ച് ഇടി കിട്ടുമായിരിക്കും എന്ന് ഇല്ല, അങ്ങനെയില്ല. അത് ഗണ്ണാന്ന് ആദ്യമേ തന്നെ പറഞ്ഞായിരുന്നു. പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതിനകത്തുള്ള ഒരു ആഷിക് കപൂറായിട്ടൊക്കെ ഉള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു സിനിമയിൽ? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ആണല്ലേ? അല്ല, അഷിക്കയും അവരുടെ ഒരു ക്രൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ശാന്തരായിട്ടുള്ള മനുഷ്യരാണ്. നമുക്ക് ഭയങ്കര ഭയങ്കര രസം, നമ്മൾ ഭയങ്കര കംഫർട്ടബിൾ ആണ് അവരോട് അഭിനയിക്കാൻ അല്ലെങ്കിൽ വർക്ക് ചെയ്യാനൊക്കെ ആയിട്ട്. അപ്പം അത് എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. വെച്ചാൽ ഇതുവരെ മറ്റ് പല സിനിമകളിലും കിട്ടാത്ത വേറൊരു മൂഡ്, വേറൊരു വൈബ് അവിടെ ഒരു വൈബ് ഉണ്ടായിരുന്നു. ചേട്ടനും അങ്ങനത്തെ ഒരു മനുഷ്യൻ ആയതുകൊണ്ടാണോ ചിലപ്പോൾ ഇനി അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ ഇഷ്ടപ്പെട്ടത്? കുറച്ച് ശാന്തനായിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു ബേസിക്കലി. ഓക്കെ. അതെ അതെ. ഓക്കെ 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 ഓക്കെ. ഇനി നമ്മൾ കുറച്ച്, അതായത് നമ്മളിപ്പം സിനിമയിൽ കുറച്ച് മാറി എന്ന് എനിക്ക് തോന്നുന്നു, ഒരു ജസ്റ്റ് ഒന്ന് ചോദിക്കാൻ ആഗ്രഹിക്കാൻ. ഇപ്പം സിനിമയിൽ പുതിയതായിട്ട് വരുന്ന ഒരുപാട് ആക്ട്രസ് ഉണ്ട്. അപ്പം അവരെല്ലാവരും നമ്മളുടെ സിനിമ സംഘടനയൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അതിനകത്ത് ഭാഗമാവാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ടായിരിക്കും. ചേട്ടൻ നമ്മളുടെ ഏതെങ്കിലും ഒരു സംഘടനയുടെ ഭാഗമാണോ? അല്ല, ഞാൻ സംഘടനയുടെ ഭാഗമല്ല. എന്ന് വെച്ചാൽ എനിക്ക് അതിനെക്കുറിച്ച് അങ്ങനെ പ്രത്യേകിച്ച് ഭയങ്കര ധാരണകളും ഇല്ല. അതിനകത്ത് ചേരണോ വേണ്ടയോ, ചേരുന്നതുകൊണ്ട് എന്താണ് ഗുണം, അങ്ങനെ എനിക്ക് അതിനെക്കുറിച്ച് യാതൊരു അറിവുമില്ല. അപ്പം അങ്ങനെ സംഘടനയിൽ ചേരുന്നതിനെ കുറിച്ച് ഞാൻ ആലോചിച്ചിട്ടുമില്ല. അപ്പൊ അതിന് എന്തെങ്കിലും ഒരു സാഹചര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പം ചേരും. ഓക്കെ. ലേറ്റസ്റ്റ് ആയിട്ട് നമുക്കിപ്പം അതായത് ഒരുപാട് കൺഫേം ആയിട്ടുള്ള ന്യൂസും കാര്യങ്ങളും ഒന്നുമല്ല, പക്ഷെ എങ്കിൽ പോലും നമ്മൾക്ക് കേൾവിയായിട്ടുള്ള കുറേ കാര്യങ്ങളാണ്. അതായത് സംഘടനയുടെ, അതായത് അതിൻ്റെ മേൽപന്തിയിൽ വരേണ്ടത് ഇന്ന ആളാണ്, ഇന്ന ആക്ടറാണ്, അങ്ങനെയൊക്കെ ഒരുപാട് പ്രഷറും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ നമ്മൾ ഒരുപാട് കേട്ടായിരുന്നു. അപ്പോൾ ചേട്ടനെ സംബന്ധിച്ചിടത്തോളം ഒരു യങ് ആയിട്ടുള്ള ഒരു ജനറേഷനിലുള്ള ആരെങ്കിലും അത് മുന്നോട്ട് നയിക്കുന്നതാണോ? അതായത് ഇപ്പം ഏതൊരു സംഘടനയാണെങ്കിലും അതൊരു യങ് ആയിട്ടുള്ള ഒരു ജനറേഷൻ പെടുന്ന ആരെങ്കിലും അതിനെ മുന്നോട്ട് നയിക്കുന്നതാണോ കുറച്ചും കൂടെ അതിന് ബെനിഫിഷ്യൽ ആവുന്നതെന്ന് തോന്നിയിട്ടുണ്ടോ? അതോ വാട്ട് ഈസ് യുവർ പോയിന്റ് ഓൺ ദാറ്റ്? ആദ്യം പറഞ്ഞു, എനിക്ക് ഒന്നാമത് ഈ സംഘടനയെ കുറിച്ച് യാതൊരു അറിവില്ല. നമ്മൾ പാർട്ടല്ലാത്തവര് നമ്മൾ പാർട്ടായിട്ടുള്ള കാര്യത്തെ കുറിച്ച് പോലും നമ്മളെ അഭിപ്രായം നല്ലപോലെ അറിയാതെ പറയാൻ പറ്റില്ല. ഇത് നമുക്കതിന് പാർട്ടല്ല. അതിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് പോകുന്നതെന്ന് നമുക്കറിയില്ല. അതിന് ഏത് രീതിയിലുള്ള എക്സ്പീരിയൻസ് ആണ് വേണ്ടതെന്ന് നമുക്കറിയില്ല. അപ്പൊ അതിനകത്ത് നമ്മൾ എങ്ങനെ ഒരു അഭിപ്രായം പറയും? ഓക്കെ. സോ ചേട്ടനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഓരോ സിനിമ കഴിയുമ്പോഴും നമ്മൾ ആസ് ആൻ ആക്ടർ വളർന്നുകൊണ്ടിരിക്കുകയാണ്, ഇവോൾവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ചേട്ടൻ്റെ അതിൻ്റെ ഒരു പ്രോസസ്സ് എങ്ങനെയാണ് അതിൻ്റെ ഒരു വളർച്ച എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഓരോ സിനിമ കഴിയുമ്പോഴും പറയുന്ന പോലെ നമുക്ക് കുറച്ചുകൂടെ നമ്മുടെ നമ്മൾ ആക്ട് ചെയ്യുന്നതോറും, നമ്മുടെ ഇപ്പോൾ എന്ത് കലയാണെങ്കിലും നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതോറും അത് കൂടുതൽ ഷാർപ്പായിക്കൊണ്ടിരിക്കും എന്ന് പറയുന്ന പോലെ, ഇപ്പം നമ്മൾ ആക്ട് ചെയ്യുകയും അത് കറക്റ്റ് റിവ്യൂ ചെയ്യുകയും കറക്റ്റ് ഫീഡ്ബാക്ക് കിട്ടുകയും ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ നന്നായിട്ട് ചെയ്യാൻ പറ്റും. അതാണ് ആക്ടിങ് വൈസ് ഓരോ സിനിമ കഴിയുമ്പോഴും നമുക്ക് സംഭവിക്കുന്നത്. കുറച്ചുകൂടെ നന്നായിട്ട് വരാനുള്ള സാധ്യത കൂടുതലുണ്ട് ആ രീതിയിൽ നമ്മൾ മെനക്കെട്ട് കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ കൂടുതലായിട്ട് ചെയ്യുന്നത്, ഇപ്പം സോഷ്യൽ മീഡിയയിലൊന്നും അങ്ങനെ ഭയങ്കര ആക്റ്റീവ് അല്ല. ഇടയ്ക്ക് ഓരോ ഫോട്ടോസ് ഇടും, അല്ലെങ്കിൽ സിനിമയുടെ എന്തെങ്കിലും സാധനങ്ങൾ വന്നാൽ പ്രൊമോട്ട് ചെയ്യും. ബാക്കി കൂടുതൽ ടൈം സിനിമകൾ കാണാനും അത് അനലൈസ് ചെയ്യാനും അതിനകത്ത് ആളുകൾ എങ്ങനെയാണ് പെർഫോം ചെയ്തതെന്ന് നോക്കാനും. ഇപ്പം ഞാനാണ് അത് ചെയ്യുന്നതെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും മാറ്റങ്ങൾ വരുമോ, പിന്നെ ഞാൻ തന്നെ ചെയ്തിട്ടുള്ള സംഭവങ്ങൾ കണ്ടിട്ട് അത് അങ്ങനെ ചെയ്യായിരുന്നു പിന്നെ ആലോചിക്കുമ്പോൾ അങ്ങനെ നമ്മുടെ ഒരു ഒരു സൈക്കോളജിക്കൽ ഗ്രോത്ത് എപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ സിനിമ കഴിയുന്നതോറും. മറ്റൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ സിനിമ കഴിയുന്നതോറും നമ്മൾ ആ സിനിമ ഫീൽഡിലുള്ള ആളുകളുമായിട്ട് കൂടുതൽ കണക്റ്റഡ് ആവും, അതിൻ്റെ ക്രൂസ്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് സെറ്റിൽ ചെല്ലുമ്പോൾ അവരവിടെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ കൂടുതൽ കംഫർട്ടബിൾ ആവും. പരിചയമുള്ള ആൾക്കാർ ഒരുപാട് കണ്ടു കഴിയുമ്പോൾ നമ്മൾ കംഫർട്ടബിൾ ആവും. അപ്പോൾ ഈ സാധനങ്ങൾ, ഈ ആംബിയൻസും നമ്മുടെ പെർഫോമൻസിനെ സാരമായിട്ട് ബാധിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ചെല്ലുന്ന ഒരു സെറ്റിൽ നമ്മൾ അറിയുന്ന ഒരു ക്രൂ എങ്കിലും ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒരു കോൺഫിഡൻസ് ഉണ്ടാവും. കാരണം അയാള് ചിലപ്പം ഇപ്പം നമ്മളെ അറിയത്തില്ലാത്തൊരു ഡയറക്ടറൊക്കെ ആണെങ്കിൽ അയാളുടെ അടുത്ത് സംസാരിക്കുമ്പോൾ, നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴൊക്കെ പറയും. അപ്പം നമ്മളൊരു സിനിമയിലേക്ക് ചെല്ലുന്ന ഡയറക്ടർ തന്നെ വിളിച്ചുകൊണ്ടായിരിക്കണം എന്നില്ല, മറ്റു പല രീതികളിലാവാം. അപ്പം അങ്ങനെ ഈ രണ്ട് രീതിയിലുള്ള ഗ്രോത്ത് ഓരോ സിനിമ കഴിയുമ്പോഴും ഉണ്ടാവാറുണ്ട്. അതാണ് ഇവോൾവിങ്ങിന്റെ ഒരു പാർട്ട്. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ആക്ച്വലി.
പുള്ളിക്കാരനും ആക്ച്വലി സിനിമയിൽ വരണമെന്നാണ് ഭയങ്കര ആഗ്രഹം എന്ന് പറഞ്ഞത്. അപ്പോൾ പുള്ളിക്കാരൻ എന്നോട് പറയുന്നത് ഒരു സിനിമ തിയേറ്ററിൽ വരുമ്പം 2 തവണ കാണാറുണ്ടെന്ന്. ഒന്നെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ടൊക്കെ പോയി, അല്ലാതെ നോർമലായിട്ട് ആസ് എൻ ഓഡിയൻസ്. രണ്ടാമത്തെ തവണ ഒറ്റയ്ക്ക് പോയിരുന്ന് കാണും. അതായത് ആ സിനിമ അനലൈസ് ചെയ്യാൻ, അതിന്റെ ബാക്ക് എൻഡ്, അതിന്റെ ഫ്രണ്ട് എൻഡ്, എല്ലാ കാര്യങ്ങളും അനലൈസ് ചെയ്ത്, അതായത് ഒരു സിനിമാക്കാരൻ എന്നുള്ളൊരു, സിനിമ ആസ്വാദകൻ എന്നുള്ളതിലുപരി സിനിമയെ പാഷനായിട്ടുള്ള ഒരാൾ എന്നുള്ള നിലയിൽ കാണാൻ പോകും. അപ്പൊ ചേട്ടൻ അങ്ങനെ പോയി ഓരോ സിനിമകളും കാണാറുണ്ടോ? അങ്ങനെ തിയേറ്ററിൽ പോയി അങ്ങനെ അനലൈസിങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? പഠിക്കുന്ന രീതി ഇല്ല, അങ്ങനെ ഭയങ്കര പിന്നെ എന്ത് അനലൈസിങ് ആണോ താൻ നടത്തുന്നതെന്ന് ചോദിക്കാനല്ലേ. അല്ല, അങ്ങനെ പോകാറില്ല. ഒരു തവണയൊക്കെ പടം കാണും. പിന്നെ കൂടുതലും ഞാൻ വീട്ടിലിരുന്നിട്ട് തന്നെ ടാബിനകത്തിരുന്ന് കാണും. അപ്പൊ അതിന്റെ ടെക്നിക്ക് നോക്കിയിട്ട് അത് ഏത് രീതിയിലായിരിക്കും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടാകുന്നുള്ളത് ചിന്തിക്കും. പിന്നെ അതിന് മെയിനായിട്ട് അവർ ഉപയോഗിച്ചിട്ടുള്ള കുറെ പാറ്റേൺസ് ഉണ്ടാവും. എഡിറ്റിങ്ങിലുണ്ടാവും, സിനിമറ്റോഗ്രഫിയിലുണ്ടാവും, ആക്ടിങ്ങിലുണ്ടാവും. അപ്പൊ അതൊക്കെ നോട്ട് ചെയ്യും. അപ്പൊ അതൊക്കെ എന്ത് എഫക്റ്റാണ് ഉണ്ടാക്കുന്നത്, ഒരു കാഴ്ചക്കാരന്റെ മനസ്സിൽ എന്ത് എഫക്റ്റാണ് ഉണ്ടാക്കുന്നത് എന്നുള്ള ചിന്തകളിലൂടെയൊക്കെ സഞ്ചരിക്കും. അങ്ങനെ അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. തിയേറ്ററിൽ തന്നെ പോയിരുന്നു നമുക്ക് കണ്ട് വാച്ച് കേട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ചോദിച്ചതാണ്. അത് പാടായിരിക്കും. അത് ഭയങ്കര കൊള്ളാലോ, നല്ല എന്തൂസിയാസ്റ്റ് ആണല്ലോ. അതെ, അങ്ങനെ പറഞ്ഞു. എനിക്കും അറിയില്ലായിരുന്നു, കേട്ടപ്പോഴാണ് ഞാനും അങ്ങനെ ചിന്തിച്ചത്. 2 തരത്തിലുള്ള ആക്ടേഴ്സ് ആണ് കൂടുതലായിട്ടും ഉള്ളത്. അതായത് ഒരാളെ ഇപ്പം ബോൺ ആക്ടർ എന്ന് നമുക്ക് പറയാൻ സാധിക്കാറുണ്ട്. വേറെ ഒരാളെന്ന് പറഞ്ഞാൽ മേ ബി ഇപ്പം ഒരു സീൻ വരുവാണെങ്കിൽ തന്നെ നമ്മൾ പോയി അഭിനയിക്കുക, ഒരു ഞൊടിയിടയിൽ തന്നെ ആ ഒരു ക്യാരക്ടറായിട്ട് മാറും. അല്ലെങ്കിൽ വേറെ ചില ആക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ആ ഒരു മൂഡ് സെറ്റ് ചെയ്തിട്ടേ അവർക്കത് പെർഫോം ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പം ഇങ്ങനെ ചോദിക്കുകയാണെങ്കിൽ പ്രശാന്തനെ സംബന്ധിച്ച് ചേട്ടൻ ഏതൊരു കാറ്റഗറിയിൽ പെടുന്ന ഒരു ആക്ടറാണ് സെൽഫ് അനലൈസ് ചെയ്തപ്പോൾ? എല്ലാവരും ആക്ടേഴ്സാണ്. അപ്പൊ നമുക്ക് 99% അല്ലെ ഒരു 95% അഭിനയിക്കാൻ പറ്റാത്തത് ഇവരുടെ ഉള്ളിൽ ഒരുപാട് ബ്ലോക്കുകൾ ഉള്ളതുകൊണ്ടാണ്. അപ്പൊ നമ്മൾ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അല്ലെങ്കിൽ സിനിമ അഭിനയം പഠിക്കുന്നിടത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഈ ബ്ലോക്കുകളാണ് മാറ്റാനായിട്ട് അവർ ശ്രമിക്കുന്നത്. ബ്ലോക്കുകളൊക്കെ മാറി അയാളൊരു നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ആളായിട്ട് മാറാനായിട്ടാണ് പരിശീലിപ്പിക്കുന്നത്. ഇപ്പൊ ഈ ഇൻഡസ്ട്രിയിൽ എടുത്തു കഴിഞ്ഞാൽ ഇപ്പം എല്ലാ കാറ്റഗറിയിലുള്ള അങ്ങനെ ഒരു ഡിവിഷൻ പേഴ്സണലി എനിക്ക് വർക്കല്ല. എന്ന് വെച്ചാൽ ബോൺ ആക്ടറാണ്, അല്ലെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ആക്ടർ, അല്ലെങ്കിൽ എക്സ്പീരിയൻസ് കൊണ്ട് പിന്നീട് ആക്ടറായിട്ട് മാറുന്നത്. അപ്പോൾ ലാലേട്ടനും മമ്മൂക്കയൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ഡയറക്ടേഴ്സിൻ്റെ കൂടെ അവർ വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരുപാട് എക്സ്പീരിയൻസ് അവർക്കുണ്ട്. അപ്പോൾ തുടക്കത്തിൽ അവർ അത്ര ഗംഭീരമായിട്ടുള്ള ആക്ടേഴ്സ് ആയിരുന്നിരിക്കണം എന്നില്ല. അപ്പോൾ ഇവരിങ്ങനെ ട്യൂൺ ചെയ്ത് ഇപ്പം നമ്മൾ അവരുടെ സിനിമകളൊക്കെ കാണാൻ തുടങ്ങിയപ്പോഴേക്കും അവർ ഭയങ്കരമായിട്ട് ഇവോൾവ് ചെയ്തിരുന്നിരിക്കണം. അപ്പോൾ പണ്ട് വേറെ രീതിയിൽ അഭിനയിച്ചുകൊണ്ടിരുന്നു, കാലം മാറുന്നതനുസരിച്ച് കറക്റ്റായിട്ട് അവർ മാറിക്കൊണ്ടിരിക്കുക. അപ്പോൾ അത് ബോൺ ആക്ടിങ് എന്ന് പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. ഞാനും ഈ പറയുന്നത് ഭയങ്കരമായിട്ട് അങ്ങനെ സീനുകൾ എടുക്കാറില്ല. മൂഡ് സെറ്റ് ചെയ്ത് ആരോടും വർത്താനം പറയാതെ, എനിക്കറിയില്ല. അത് വേറൊരു സംഭവമായിട്ടാണ് ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളത്. ഭയങ്കര കോൺസെൻട്രേഷൻ വേണം. അപ്പോൾ അത് ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാനുള്ളവർക്കായിരിക്കും അങ്ങനെയൊക്കെ. നമുക്ക് അഭിനയിക്കുക എന്നുള്ളത് മാത്രമല്ല ചിന്തിക്കാനുള്ളൂ. അപ്പോൾ നമ്മൾ നേരത്തെ സ്ക്രിപ്റ്റ് കിട്ടും, വായിക്കും, ഏകദേശം ഒന്ന് സെറ്റ് ചെയ്ത് വെക്കും, പിന്നെ നമ്മുടെ പരിപാടി അത് കഴിഞ്ഞ് നമ്മൾ ആക്ഷൻ വിളിച്ചു കഴിയുമ്പോഴത്തേക്കും ചെയ്യും. അങ്ങനെയാണ്.